ഒടുവിൽ ഒളിവി ജീവിതത്തിന്റെ 15ാം നാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പൊങ്ങിയത്. മുൻകൂർ ജാമ്യവും അറസ്റ്റ് തടയലും കോടതി അനുവദിച്ചതോടെ പ്രതി വോട്ട് ചെയ്യാൻ എത്തിയേക്കുമെന്ന് ഇന്നലെ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു. വൈകുന്നേരം 4:50 MLA ബോർഡ് വെച്ച കാറിൽ തന്നെ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തുമേട് പോളിംഗ് ബൂത്തിന് മുന്നിൽ വന്നിറങ്ങി. കുക്കുവിളികളോടെ പൂവൻ കോഴിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബലാത്സംഗ കേസ് പ്രതിയെ വരവേറ്റത്. വോട്ടിട്ടിറങ്ങിയതിനു ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന നാട്യത്തിൽ കൃത്രിമമായൊരു ശരീരഭാഷ എടുത്തണഞ്ഞ് ചായ കുടിച്ചും നാട്ടുകാരോട് കുശലം പറയുന്ന എന്ന മട്ടിൽ ഷോ കാണിച്ചും കുറച്ചുനേരം ചെലവിട്ടതിന് ശേഷം കക്ഷി പാലക്കാട് വിട്ടു. രണ്ടാമഘട്ട പോളിംഗ് ദിവസം മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചാ വിഷയവും. കിട്ടാവുന്നതിൽ ഏറ്റവും കടുത്ത വാക്കുകൾ എടുത്തുപയോഗിച്ച് തന്നെ മുഖ്യമന്ത്രി മാങ്കൂട്ടത്തിലെ പ്രവൃത്തി ദോഷവും സ്വഭാവ ദൂഷ്യവും പറഞ്ഞ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. അതിജീവിതമാരിൽ ഒരാളെ സംശയമുനമ്പിൽ നിർത്തുന്ന വാക്കുകൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നും ആവർത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിൽ വിവാദം UDF രാഷ്ട്രീയമായി തിരിച്ചടിച്ചു. ആദ്യം RDX റാപ്പ് കാണാം. ഒടുവിൽ ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. 15 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരെ വെട്ടിലാക്കി കാണാമറയത്ത് കഴിഞ്ഞ പ്രതി ഒളിവിടത്തിൽ നിന്ന് പൊങ്ങിയത് മുടിയൊക്കെ വെട്ടി പുത്തൻ ലുക്കിൽ. വിവാദങ്ങളൊന്നും തന്നെ ഏശിയില്ലെന്ന വ്യാജ ശരീരഭാഷയോടെ MLA ബോർഡ് വെച്ച കാറിൽ തന്നെ രാഹുൽ വന്നിറങ്ങി. കൂട്ടിനെത്തിയത് ചില KSUക്കാരും പേഴ്സണൽ സ്റ്റാഫും മാത്രം. വോട്ട് ചെയ്ത ശേഷം MLA ഓഫീസിലേക്ക് മടങ്ങിയ രാഹുൽ അവിടെയും കാര്യമായ പ്രതികരണത്തിന് മുതിർന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ പാലക്കാട് തുടർന്നേക്കുമെന്ന സൂചന നൽകി. അതേസമയം 2 ആഴ്ച മുൻപ് വരെ രാഹുലിന് പരസ്യ പിന്തുണ നൽകിയ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ ആരും എത്തിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പ്രധാന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികളും അയാളുടെ സ്വഭാവ ദൂഷ്യവുമായിരുന്നു. എന്നിട്ടും രാവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുലിന് പരോക്ഷ പിന്തുണയുമായി എത്തി. BD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ മാങ്കൂട്ടത്തിലുമായി യാതൊരു സഹകരണവും വേണ്ട എന്ന നിലപാടിലാണ്. രാഹുൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. എന്നാൽ മാങ്കൂട്ടത്തിലുമായി രഹസ്യ നീക്കുപോക്ക് തുടരണം എന്ന അഭിപ്രായമുള്ളവരും പാലക്കാട് കോൺഗ്രസിലുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. വോട്ട് ചെയ്യാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കനത്ത പ്രതിഷേധമുയർന്നു. CPIM BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൂവി വിളിച്ചും പൂവൻ കോഴിയുടെ ചിത്രം ഉയർത്തിയുമാണ് പ്രതിഷേധം. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. പോളിംഗ് ബൂത്തിൽ നിന്ന് അടുത്തത് ചായക്കടയിലേക്കാണ് രാഹുൽ പോയത്. അവിടെയും മാധ്യമങ്ങളുടെ ചോദ്യവും അലോസരവും ജാള്യതയും ശരീരഭാഷ കൊണ്ട് മറയ്ക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. ചായ ഊതി കുടിച്ചും പരിപ്പോട കഴിച്ചുമൊക്കെ എല്ലാം സാധാരണ പോലെ തന്നെയെന്ന് സ്ഥാപിക്കാൻ വിഫലമായ ശ്രമം. ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവോ? പാലക്കാട് ഉണ്ടാവോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടി നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നോ? രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പാലക്കാട് തുടരും എന്താ നീക്കം? തുടർന്ന് MLA ഓഫീസിലെത്തിയ മാങ്കൂട്ടത്തിൽ അവിടെയും മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. അതും കൂടി രാഹുലെ ഒളിവിലായിരുന്നു ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളോട് അതിനോടുള്ള പ്രതികരണം. എനിക്കിന്ന് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു. ഇതിനപ്പുറം ഒന്നും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും എത്ര നേരം നിന്നാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പാർട്ടി നടപടി എടുത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പാർട്ടി നടപടിയെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? പാർട്ടി നടപടിയെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. താങ്കളുടെ പ്രതികരണം. Party has expelled you. Did you expect such a strong this from party side? പാർട്ടിക്ക് പുറത്തായിട്ടും
പുറത്താക്കിയിട്ടും തുടർച്ചയായ രണ്ടാം ദിവസവും ബലാത്സംഗ കേസ് പ്രതിയെ പൊതിഞ്ഞു പിടിക്കാനാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വ്യഗ്രത. അതിജീവിതയെ അദ്ദേഹം ഇന്നും സംശയമുനയിൽ നിർത്തി. KPCCക്ക് ലഭിച്ച രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണെന്നും പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും KPCC അധ്യക്ഷന്റെ കുറ്റപ്പെടുത്തൽ. ആ പരാതി എന്തിനാണ്? എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? രാഷ്ട്രീയ പ്രേരിതമാണ് ആ പരാതി. അങ്ങനെയും വിലയിരുത്താം. KPCC പ്രസിഡന്റ് പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. എന്താണ് ഈ സ്ത്രീ ലംബടന്മാർ കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. ഈ പറയുന്ന സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. രണ്ടാം ബലാത്സംഗ പരാതി ആസൂത്രിതമെന്ന KPCC അധ്യക്ഷന്റെ വാദം പക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തള്ളി പറയുന്നു. പരാതി വെൽ ഡ്രാഫ്റ്റഡായി നൽകുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു VDയുടെ പ്രതികരണം. KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. ഇനി ഡാറ്റാ ഷീറ്റിലേക്കാണ്. വളരെ വേഗത്തിൽ അപ്പീലുമായി സർക്കാർ പോവുകയാണ്. മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോവുകയാണ്. അപ്പീൽ നൽകിയിരിക്കുന്നു. സെഷൻസ് കോടതി തെളിവുകൾ പരിഗണിച്ചില്ല. ഇര നൽകിയ മൊഴിയിൽ രാഹുലിന്റെ പങ്ക് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ് എന്ന് സർക്കാരിന്റെ ഈ അപ്പീലിൽ പറയുന്നു. കൂട്ടുപ്രതിയും കോടതിയിൽ എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ജോബി ജോസഫ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നു. സംഭവവുമായി തനിക്ക് ബന്ധമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജോബി പറയുന്നു. രാഹുൽ ഈശ്വർ എന്നാൽ ഇതിനെല്ലാം ഇടയിലും അകത്ത് തന്നെയാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ നടപടി. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് രാഹുൽ ഉള്ളതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് രാഹുലാണെന്ന് സ്പെസിഫിക് ആയി പറയണമല്ലോ. ഹർഷൻ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ആകെ ഇതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. കേരളം വിധി എഴുതിയിരിക്കുകയാണ്. അതിൽ ഇന്നത്തെ ദിവസം പ്രധാനമായ അജണ്ട തീരുമാനിച്ചത് മുഖ്യമന്ത്രിയാണ്. കാരണം വെരി ഫസ്റ്റ് ബൈറ്റ് അത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ്. രാഹുൽ ഇന്ന് വൈകുന്നേരം അതിന് പരിസമാപ്തി കുറിക്കുകയാണ്. രാഹുൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പരിസമാപ്തി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ സംസാരങ്ങൾക്ക് രാഹുൽ എത്തി. രാഷ്ട്രീയ എതിരാളികളെയെല്ലാം സ്വതസിദ്ധമായ വാക്കുകളിലൂടെ ആക്രമിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ ഇങ്ങനെ ഊതി കുടിക്കുകയാണ്. പരിപ്പോടേക്ക് എരിവുണ്ടോ എന്ന് നോക്കുകയാണ്. എന്തു പറ്റി രാഹുൽ? അതായത് ഇതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഇന്ന് ആദ്യഘട്ടത്തിലാവും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുക. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് മാറി ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ചെറിയ കാലയളവുള്ളൂ, ഇതിനിടയ്ക്ക് ദീർഘകാലമൊന്നുമില്ല. എന്നാൽ പോലും വളരെ പെട്ടെന്ന് ആ 2 ദിവസത്തിനകത്ത് അതങ്ങ് അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. എന്ന് മാത്രമല്ല, ഇന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ എന്ന് പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം മുൻനിർത്തി പ്രചാരണത്തിന് CPIM ഒരുങ്ങിയത് CPIMന് തന്നെ തിരിച്ചടിയാകും. അതിൽ ഇത്തവണത്തെ ജനവിധിയിൽ അത് കാണും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ചർച്ച ഉണ്ടാവും, ആ നിലയ്ക്ക് പോകും എന്ന് ജമാഅത്തെ ഇസ്ലാമി അടക്കം, അല്ലെങ്കിൽ ആ വടക്കൻ കേരളത്തിലെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്ന എല്ലാവരും തന്നെ ആ നിലയ്ക്കും കരുതിയിരുന്നു എന്നാണ് ഞാൻ പലരോടും സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. ഒരുപക്ഷെ പോളിങ്ങിൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ള വിലയിരുത്തൽ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും, അതിൻ്റെ ഫലം വരുമ്പോൾ. പക്ഷേ ഇന്ന് ആദ്യന്തം ചർച്ചയായത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഒരു വടി കൊടുക്കുകയായിരുന്നു KPCC പ്രസിഡന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. പക്ഷേ അത് ചർച്ചയ്ക്കെടുക്കേണ്ട സമയം ഇതായിരുന്നോ എന്നതാണ് എൻ്റെ സംശയം. കാരണം KPCC പ്രസിഡന്റ് പറയുന്നതിനെ
ഇപ്പോൾ വി ഡി സതീശൻ ആദ്യന്തം ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിച്ചയാളാണ്, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അതിനോട് സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് എന്ന നിലയ്ക്ക് ആണ് അദ്ദേഹം പറഞ്ഞത്. KPCC പ്രസിഡന്റ് അതിലെന്താണ് തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം KPCC പ്രസിഡന്റിൻ്റെ വാദങ്ങളെ തള്ളിക്കളയുക തന്നെയാണ് ചെയ്യുന്നത്. അടിസ്ഥാനപരമായി KPCC പ്രസിഡന്റിൻ്റെ വാദം എന്താണ്? ഇത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്നതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇത് പാർട്ടിക്കെതിരെയുള്ള ഒരു നീക്കമാണ് എന്നതാണ്. രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി എന്നത് പാർട്ടിക്കെതിരായ നീക്കമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വരുമ്പോൾ ഇതാരാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയോ ഇല്ലാത്ത ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിലെ KPCC പ്രസിഡന്റിൻ്റെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പ്രതികരണങ്ങൾ എന്ന് കരുതി അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഇവിടെ വ്യക്തമായി ഒരാളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. അതിനി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു കൊടുക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ വലിയ മെഷീനറി ഇല്ലേ, അവർക്ക് അതിൻ്റെ ആ മെഷീനറിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ അതിലേക്ക് ഇപ്പോൾ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ KPCC പ്രസിഡന്റ് ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് മാത്രമല്ല അടൂർ പ്രകാശും ഈ വിഷയത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നത് അങ്ങേയറ്റം പിന്തിരിപ്പനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ചുമക്കേണ്ട ആവശ്യം? കാരണം കോൺഗ്രസിലില്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അവിടെ വട്ടം ചുറ്റി ആ വിഷയത്തിൽ ചർച്ച കൊണ്ടുചെന്ന് കെട്ടേണ്ട ഒരാവശ്യവുമില്ല, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ദിലീപിൻ്റെ വിഷയത്തിൽ വിധി വന്നു. ദിലീപിൻ്റെ വിഷയത്തിൽ അതായത് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ, ദിലീപിൻ്റെ വിഷയമായി അത് ചർച്ച ചെയ്ത് മാറുന്നതാണല്ലോ. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വിധി വരുമ്പോൾ ദിലീപിനെ വിട്ടയച്ചിരിക്കുകയാണ്. അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്നതൊരു പ്രധാനപ്പെട്ട ആശങ്കയായി, ഒരു പ്രശ്നമായി കേരളത്തിലെ സ്ത്രീ സമൂഹം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ എന്തിനാണ് KPCC പ്രസിഡന്റും UDF കൺവീനറും ഈ വിഷയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഘട്ടത്തിലും പിന്തുണയ്ക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് എന്നതൊരു പ്രശ്നം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ അത് ഒരു ശരിയല്ലാത്ത നടപടിയാണ്. മാത്രമല്ല കോൺഗ്രസിന് ഇപ്പോഴും ഒരു മെസ്സേജ് കൊടുക്കുന്നതിൽ, അതായത് ഇത്തരത്തിൽ തെറ്റുകാരനായ ഒരാളെ, ആരോപണ വിധേയനായ ഒരാളെ ഞങ്ങളിതാ മാറ്റി നിർത്തിയിരിക്കുന്നു, ഞങ്ങളത് അവിടെ വിട്ടു എന്ന തീരുമാനമാണല്ലോ എടുക്കേണ്ടത്. പണ്ട് ഈ ബുദ്ധൻ്റെ ഒരു കഥയുണ്ടല്ലോ, പുഴയരികിൽ ഈ പുഴ കടന്നു പോകാൻ കഴിയാതെ നിന്ന ഒരു സുന്ദരിയായ യുവതിയെ ഒരു ബുദ്ധഭിക്ഷു തോളിൽ ചുമന്ന് അക്കരെ കടത്തി. അപ്പോൾ ശിഷ്യൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് യാത്ര ഇങ്ങനെ വീണ്ടും തുടരുകയാണ്. പക്ഷേ ശിഷ്യൻ ചോദിച്ചു, ഗുരു അങ്ങ് എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങനെ തോളത്തെടുത്ത് ഇക്കരെ കടത്തിയത്, സുന്ദരിയായ യുവതിയെ, അങ്ങ് ബ്രഹ്മചാരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആ പുഴക്കരയിൽ അത് ഉപേക്ഷിച്ചു, പക്ഷെ നീ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്നാണ്. ആ മട്ടിൽ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇതിപ്പോഴും ചുമന്നുകൊണ്ട് കിടക്കുകയാണ് കോൺഗ്രസ്. എന്തിനാണ്? അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലർ, എല്ലാവരും എന്ന് പറയാൻ പറ്റത്തേ ഇല്ല കേട്ടോ. കോൺഗ്രസിൽ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് പ്രഖ്യാപിച്ച ധാരാളം നേതാക്കന്മാരുണ്ട്, അവരാണ് കൂടുതൽ. അങ്ങനെ ഒരു, അതായത് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരെല്ലാം ഈ കാര്യത്തിൽ ഒരു സ്ഥൈര്യത്തോടെ നിൽക്കുന്നു. കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയെ പോലെ, കെ മുരളീധരനെ പോലെ, അല്ലെങ്കിൽ VD സതീശനെ പോലെയുള്ള നേതാക്കളെല്ലാം ഒരു നിലപാടെടുത്ത് നിൽക്കുന്നു. യുവ നേതാക്കളെ നോക്കിക്കോളൂ. ഇപ്പോൾ മാത്യു കുഴൽനാട്ടൊക്കെ പരസ്യമായി തന്നെ ഈ കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനമുണ്ടായി. അതല്ലേ വേണ്ടത്? ഇനിയിപ്പോൾ ഏതെങ്കിലും കാലത്ത് ഈ കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഞാൻ കരുതുന്നില്ല, എങ്കിൽ പോലും അപ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വിഷയം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ ഇത് ചർച്ചയ്ക്കെടുത്തു വെക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ള ന്യായമായ ആശങ്ക എനിക്കുണ്ട്. എനിക്കറിയില്ല അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന്. പക്ഷേ അതായിരുന്നില്ല അവസാന ദിവസം ചർച്ചാ വിഷയമാകേണ്ടത്. മുഖ്യമന്ത്രിയാവട്ടെ തന്ത്രപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലും ഒക്കെ സർക്കാർ വിമർശന വിധേയമാവേണ്ട കുറേ വിഷയങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിരിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയാവാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുണ്ടാകുന്നത്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രതികരണം. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആ സ്വഭാവത്തിൽ, ആ മട്ടിൽ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ പോലും. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചെങ്കിലും ഈ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ല. അതിന് കാരണം KPCC പ്രസിഡന്റ് തന്നെയാണ്. KPCC പ്രസിഡന്റ് കഴിഞ്ഞ 2 ദിവസമായി ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് മാത്രമല്ല, മുഖ്യമന്ത്രിയും ആ പ്രതികരണം നടത്താനൊരു കാരണമുണ്ട്. നമുക്ക് ആർക്കും, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സുജിത്ത് ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഇൻട്രോയും ഹെഡ്ലൈനും ഒക്കെ അടിക്കുമ്പോൾ രൂക്ഷമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്.
കാരണം ഇങ്ങനെ ഒരു അതിജീവിതയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ കുറേ കൂടി ഈ വൈകാരികമായ ഭാഷ വരുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും ആ നിലയ്ക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ അതിജീവിതയോടുള്ള കരുതലോ ആ ചിന്തയോ ഈ പരാതിയുടെ സാഹചര്യമോ ഒക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ, അതുകൂടി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ആ നിലയ്ക്കാണ് അദ്ദേഹം ആ കാര്യങ്ങളെ അവതരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ 100% രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം അയാൾ അങ്ങനെ ഒരാളാണ്. അയാൾ ഇങ്ങനെയാണ് ഈ സംവിധാനത്തിൽ ഇപ്പോഴും തഴയപ്പെടാനാവാത്ത ഒരു ശക്തിയാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നത്. ആ പ്രതീതി ഉണ്ടാക്കുന്നതിൽ അയാൾക്ക് അസാമാന്യമായ കഴിവുണ്ട്. അതായത് എവിടെയാണ് അയാൾ നിൽക്കുന്നത്? ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഉത്തമ ബോധ്യമുള്ള, അതായത് അയാളെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഉത്തമ ബോധ്യമുള്ള ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒന്നിലേറെ കുറ്റകൃത്യങ്ങൾ. എത്ര മാധ്യമപ്രവർത്തകരെ ഇയാൾ പല തരത്തിൽ ഇയാളുടെ വലയത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന അയാൾക്കും അറിയാം. എല്ലാ മാധ്യമങ്ങളുടെയും മൈക്കുകൾ മുന്നിലിരിക്കുമ്പോഴും അവിടെ അയാൾക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച ഇപ്പോൾ ദിലീപ് കേസിൽപ്പെട്ടപ്പോൾ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയാണ് അയാളെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അയാൾ വരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ അത് ആത്യന്തികമായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ ആദർശങ്ങൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കില്ല, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ അവിടെ വരുന്നത് എങ്ങനെയാണ്? ഈ മെസ്സേജ് കോൺഗ്രസ് ഒരു സന്ദേശം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തുക? KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അകമ്പടിയായി വരുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അകമ്പടിക്കാരൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ഇക്ബാലാണ്. ഇക്ബാൽ അവിടെ വന്നിരുന്നിട്ട് രാഹുലേട്ടൻ MLA അല്ലേ, അപ്പോൾ പിന്നെ വന്നാൽ എന്താണ് കുഴപ്പം എന്ന് മാധ്യമപ്രവർത്തകരോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇയാളെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കൊപ്പം വരാൻ കഴിയുക? അല്ല, എന്നാലും കുഴപ്പമില്ല, MLA അല്ലേ, എനിക്കൊപ്പം വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെല്ലാം രാഹുലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുക. അപ്പോൾ ഇതാണ് കൊടുക്കുന്ന ഒരു മെസ്സേജ്. അത് അങ്ങേയറ്റം കുഴപ്പം പിടിച്ച ഒരു സന്ദേശമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊന്നും ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഷാഫി ഏറ്റവും ഉഷാറായ ഒരു വൈറ്റ് നിന്നാണ്. കാരണം ഷാഫിക്കും അറിയാം രാഹുൽ ഇന്ന് വരും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഷാഫിയിൽ ആ മാറ്റം വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. സണ്ണി വക്കീൽ ഇന്ന് അദ്ദേഹവും ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തോന്നുന്നത്. അതായത് വീണ്ടും ഒരു എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ഒരു തിടുക്കം ഇവരിലെല്ലാം കാണുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും കോൺഗ്രസിൽ നിന്ന് ഒരുപക്ഷെ VD സതീശൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹവും അസ്വസ്ഥനായി പ്രതികരിച്ചത്. ഇനിയിപ്പോൾ KPCC യോഗം നടക്കാനിരിക്കുകയാണ് കൊച്ചിയിൽ. അന്ന് ഇതിൻ്റെ കൂടുതൽ പൊട്ടിത്തെറികളോ ചർച്ചകളോ ഒക്കെ ഏത് സ്വഭാവത്തിലാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ മറ്റൊന്ന് നമുക്കിനി വരേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പോളിംഗ് ശതമാനവുമൊക്കെയായി ബന്ധപ്പെട്ടാണ്. ഒരു കാര്യം നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ പോളിംഗ് ശതമാനവുമായി തട്ടിച്ച് നോക്കിയാൽ വലിയ വ്യത്യാസം ഇത്തവണ കാണുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വോട്ടർ പട്ടിക കുറേ ദീർഘകാലമായി ഒരേ വോട്ടർ പട്ടിക തുടരുകയാണ് എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ മരിച്ചുപോയവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേർ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ബൂത്തുകളിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വോട്ടെണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ ശതമാനക്കണക്കാണല്ലോ ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് പറയുന്നത്. പക്ഷേ അത് ആ വോട്ടെണ്ണം കൂടിയത് കൊണ്ടുകൂടിയാണ് നമുക്ക് ആ ശതമാനക്കണക്കിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവർ തന്നെയല്ല ഇത്തവണ ഓരോ സ്ഥലത്തും വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശതമാനക്കണക്ക് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു താരതമ്യം നടത്താൻ കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം 2010 തെരഞ്ഞെടുപ്പ്, 2015 തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും എന്തായിരുന്നോ പഞ്ചായത്ത് തലത്തിലെ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രകടനം, അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്താണോ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു തുടർച്ച ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പൊതുപ്രതീക്ഷ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ഈ ശതമാനക്കണക്ക് വെച്ച് മാത്രം കണക്ക് കൂട്ടി നമുക്ക് ഇരിക്കാൻ കഴിയില്ല ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ. പക്ഷേ വളരെ നിർണായകമായിരിക്കും. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായാണ്, ഇടതുമുന്നണിക്ക് അനുകൂലമായാണ് ഒരു നേരിയ മുന്നേറ്റമെങ്കിലും മുൻതൂക്കമെങ്കിലും കാണുന്നതെങ്കിൽ അത് ചെറുതല്ലാത്ത ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് ഉണ്ടാക്കി കൊടുക്കും.
ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇടതുമുന്നണി അവരുടെ ഒരു ഈസി വാക്ക് ഓവർ മൂന്നാം ടൈമിലേക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കാകുലരാകും. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായും ഞാൻ ആദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതു ചിത്രത്തെ പറ്റി പറയാം. നമ്മൾ ഈ പൊളിറ്റിക്കൽ മാസമായി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പൊതു ഫീഡ്ബാക്ക് ഹർഷൻ, ഈ രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ, അതായത് ഈ വൻ വിവാദങ്ങളാകുന്ന വിഷയങ്ങളെക്കാൾ ഉപരി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ അവിടുത്തെ അണികൾക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹം സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഷയമാണ്. അവിടെ വികസനത്തെ നോട്ട് ചെയ്ത്, അതായത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് പോയിന്റ് ബൈ പോയിന്റായി നോട്ട് ചെയ്ത് അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് പറഞ്ഞ് ടിക്ക് ഓർ അൺടിക്ക് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ശ്രമം എല്ലാ മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമാണെങ്കിലും LDF ഭരിക്കുന്നതാണെങ്കിലും BJP ഭരിക്കുന്നതാണെങ്കിലും അങ്ങനെ മാറി മാറി ഉണ്ടാകുന്നുണ്ട്. ഗുണപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അടിത്തട്ടിൽ പ്രാദേശികമായി വളരെ കാര്യമായി ചർച്ചയാകുന്നുണ്ട് ഈ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്ത് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് അടിസ്ഥാനപരമായി ജനത്തിന് നല്ലതാണ്. കാരണം കൃത്യമായ ആളുകളെ എലക്ട് ചെയ്യുന്നതിന് അവർക്ക് അത് ഗുണകരമാവുന്നു തന്നെ ഞാൻ കരുതുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ പൊതുവിൽ കേരളത്തിൽ അങ്ങനെ കാര്യമായ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് നമ്മുടെ സമീപകാലത്തൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പുകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള സ്വിങ്സ് ഈ ശതമാനക്കണക്കിൽ ഉണ്ടാകുമെന്നും ഫൈനൽ നാളെ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫൈനൽ ശതമാനം വരുമ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹർഷൻ പറഞ്ഞതുപോലെയുള്ള ഒരു എലമെൻറ്റ്സ് അതിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാഹുലിൻ്റെ കാര്യത്തിലേക്ക് വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഇന്ന് വരുമെന്നുള്ള കാര്യം ഞാനും ഉറപ്പിച്ചിരുന്നതാണ്. രാഹുൽ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത്ര തരത്തിലേക്ക് രാഹുലിൻ്റെ പെർഫോമൻസ് പോയിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുലിന് കൃത്യമായ മറുപടികൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയുന്നില്ല. മാധ്യമങ്ങൾ ചോദിക്കുന്നത് സാധാരണ ജനത്തിൻ്റെ ശബ്ദമായിട്ടാണല്ലോ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായി അദ്ദേഹത്തോട് ചോദിക്കുന്നതല്ലല്ലോ. അതിന് അദ്ദേഹത്തിന് സൗണ്ട് ബൈറ്റുകളിൽ ഒന്നും പറയാനില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ കോടതികളിൽ അദ്ദേഹം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട്. എങ്ങനെയാണ് വ്യക്തത വരുന്നത്? ഈ ഓഡിയോ ക്ലിപ്പ് തൻ്റേതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. വാട്സപ്പ് ചാറ്റ് തൻ്റേതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ ആളുകളെല്ലാം പരിചയമുണ്ടായിരുന്നവരുമായിട്ടെല്ലാം വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു എന്നെല്ലാം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ രാഹുലിൻ്റെ മനസ്സിൽ ഇപ്പോഴും വലിയ കോൺഫിഡൻസ് ഉണ്ട്, താൻ ഇതിൽ നിന്നും ഊരിപ്പോകും എന്ന് ഞാൻ കരുതുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാലം തെളിയിക്കുന്നതാണ്. പക്ഷെ അപ്പോഴും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ജനപ്രതിനിധിയെ സംബന്ധിച്ച്, രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വളരെ അധികമുള്ള നാടാണ് കേരളം. ഇത് ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നും അല്ല എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തെ ആവർത്തിച്ച് എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഓർത്താൽ നല്ലത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് മുഖ്യമന്ത്രിക്ക് അടിക്കാൻ വടി കൊടുത്തത് KPCC പ്രസിഡന്റാണ്. ഹർഷൻ പറഞ്ഞ പോലെ ഒരു ആവശ്യവും ഇല്ലാത്ത വിധത്തിൽ ന്യായീകരിക്കുകയാണ്. ഞാൻ കരുതുന്നത് സണ്ണി ജോസഫിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ സണ്ണി വക്കീലിൻ്റെ മനസ്സിൽ ഒരു ആശങ്കയുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങാനും കുറ്റവിമുക്തനായി വരുമോ, അപ്പം ഇതെല്ലാം കൂടെ തിരിച്ച് എൻ്റെ തലയിലേക്ക് വരുമോ എന്ന ആശങ്ക ഉണ്ടാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും അത് ചിലർ പറഞ്ഞ് പരിധിക്കുന്നുണ്ടാകാം. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്ന കാര്യം, ഞാൻ നേരത്തെ സനീഷുമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സണ്ണി വക്കീലായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന് ചിലപ്പോൾ കരുതി കൂടായികയില്ല. അതിന് കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തതോ ഒന്നുമല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും ഇപ്പോൾ ഈ പരാതി നോക്കൂ, അദ്ദേഹം ഒരു വക്കീലിൻ്റെ സ്വഭാവത്തിലാണ് ആ പരാതി എടുത്ത് വായിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതെങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തതാണ് എന്നും അതൊരു പക്ഷേ പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നും ഒക്കെ ഉള്ള മട്ടിലേക്ക് അതിൻ്റെ പ്രതികരണത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ ഈ വിഷയത്തെ കാണേണ്ടത്. തീർച്ചയായും അങ്ങനെയല്ല ഒരിക്കലും കാണേണ്ടത്. മാത്രമല്ല, അതുകൊണ്ടാണ് ഹർഷൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഈ ബൈറ്റ് കൊടുക്കുന്നതിന് മുഖ്യമന്ത്രി രാഹുലിനെ കോട്ട് ചെയ്തല്ലോ പറയുന്നത്. കോൺഗ്രസിന് പറയുന്നത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി, ഇനി ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒരു ബന്ധമില്ല, മുൻകൂർ ജാമ്യാർജി തല്ലി അന്ന് തന്നെ പുറത്താക്കി എന്ന കാര്യം കോൺഗ്രസിന് പറയാമെന്നിരിക്കെ ഒരാവശ്യവുമില്ലാതെ സണ്ണി ജോസഫ് ന്യായീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വിഷയമാകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് കോട്ട് ചെയ്തത് എന്താണ്? ഈ സ്ത്രീലമ്പടന്മാരെ ഈ പറയുന്ന പോലെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന പേരിൽ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് KPCC നേതൃത്വത്തിനെതിരായ വിമർശനമാണല്ലോ, രാഹുലിനെ അല്ലല്ലോ ഉന്നവിടുന്നത് പൊളിറ്റിക്കലി. അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ നടക്കാൻ പോകുന്ന യോഗത്തിൽ ഒതുങ്ങേണ്ട വിമർശനം അത് കോൺഗ്രസിലേക്ക് തീർക്കാനുള്ള മാർഗം KPCC പ്രസിഡന്റ് ഉണ്ടാക്കിക്കോളും. തീർച്ചയായും അത് സ്വയം എന്നെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഈ എപ്പിസോഡ് ഇനി കുറച്ച് നാളത്തേക്ക് കൂടി തുടരും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. മാത്രമല്ല 15-ാം തീയതിയാണ് രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അന്ന് ബെയിൽ തള്ളിക്കഴിഞ്ഞാൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മൗനിയായി
പ്രശ്നമായി മാറും. സർക്കാർ ഇപ്പോൾ ബെയിൽ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് സർക്കാർ. അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിലെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി തന്നെ അതിൽ ധാരാളം പിഴവുകളുണ്ട് എന്ന് തന്നെ നിയമരംഗത്തുള്ള വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല അതായത് ഈ ഇത്തരത്തിൽ അതിജീവിതയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് കോടതി ആ നിലയ്ക്ക് ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള പൊതുവിലയിരുത്തൽ നിലനിൽക്കുന്നുമുണ്ട്. ഉറപ്പായും അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി മാത്രം പറയാം. അത് പ്രത്യേക അന്വേഷണ സംഘത്തോട് SIT-യോടുമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ 13 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം, അദ്ദേഹത്തിന് 13-ാം ദിവസമാണല്ലോ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഈ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് നടന്നതിന് ശേഷവും. അപ്പം 13 ദിവസവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. പ്രത്യേക അന്വേഷണ സംഘം, വിദഗ്ധരായിട്ടുള്ള കേരള പോലീസ് എന്ന് പറയുന്ന വളരെ വലിയ ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് ഉള്ളതെന്നറിയാം. ഇനി നാളെ 15-ാം തീയതി വിധി എന്താവും നമുക്കറിയില്ല. വിധി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികൂലമായാൽ ഇനിയും മുങ്ങാനുള്ള അവസരം പ്രത്യേക അന്വേഷണ സംഘം ഒരുക്കി കൊടുക്കരുത്. മാത്രമല്ല രഹസ്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ചോരുന്ന അവസ്ഥ കൂടി ഉണ്ടാക്കരുതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുക. അത് പ്രതിപക്ഷത്തിന്റെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ പലരുടെയും വിമർശനം ഇത് സർക്കാർ ഈ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതായിരുന്നു, ബോധപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട്. അങ്ങനെ സർക്കാരിന് ഒരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നൊക്കെ ഇവർ അന്വേഷിച്ച് വെക്കുന്നുണ്ടാവാം. അതെ, എങ്കിൽ നല്ലത്. ചാനൽ ചർച്ചകളിലെ വാഗ്വാദ വൈഭവം, സമൂഹ മാധ്യമങ്ങളിൽ അതിരുവിട്ട പ്രകോപന ഭാഷയിലൂടെ കിട്ടിയ ഫാൻ ബേസ്, പിന്നെ PR പ്രചാരണം, ഇവയുടെ മാത്രം പകിട്ടിൽ നേതാവായി വളർന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മനുഷ്യനിൽ താണ സ്വന്തം മനോനിലയും ലൈംഗിക കുറ്റവാളിയുടെ മനസ്സും മുഖം മൂടിക്കുള്ളിൽ മറച്ചു പിടിക്കാൻ അയാൾക്ക് ഇത്രയും നാൾ കഴിഞ്ഞു. നിർമ്മിച്ചെടുത്ത ജനപ്രീതിയുടെ പൊയ്മുഖം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. മാങ്കൂട്ടത്തിന്റെ പുറന്തോട് പൊട്ടി വീണ് വൈകൃതങ്ങൾ ഓരോന്നായി വെളിപ്പെടുന്നതേയുള്ളൂ. ഇതുവരെയും വന്നതിലും ആഘാതശേഷിയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പരാതികളും വെളിപ്പെടാനാണ് സാധ്യത. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഇത്രത്തോളം കുപ്രസിദ്ധനായ ഒരു നേതാവില്ല. ആകെ നാറിയവന് പിന്നെയും നാറ്റമില്ല എന്ന നാടൻ പ്രയോഗം പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ബലാത്സംഗ കേസുകളിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിലും അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്നാണ് അഭിനയം. മാങ്കൂട്ടത്തിൽ അഭിനയിച്ച് നടക്കട്ടെ, പക്ഷെ നമ്മൾ ജനങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളിൽ അയാൾക്ക് ഇപ്പോഴും യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പ്രതിക്ക് അകമ്പടിയാകാൻ ഇപ്പോഴും കൂടെ പാർട്ടിയിലെ ചില എർത്തുകളെങ്കിലും ഉണ്ട്. അത് പോട്ടെ, ഒരു കാര്യവുമില്ലാതെ ഇയാൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നും വാദിച്ചത് അല്പമല്ല, നല്ലോണം കടന്ന കൈയായി പോയി എന്ന് പറയാതെ വയ്യ.